തിരുവനന്തപുരം തിരുവല്ലത്തുള്ള ഇടയാർ പാലം അപകടാവസ്ഥയിൽ. ഇടയാർ ദ്വീപ് നിവാസികളുടെ ഏക സഞ്ചാരമാർഗമായ പാലം അപകടാവസ്ഥയിലായതിന് പരിഹാരമാകാത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വലിയ വാഹനങ്ങളുടെ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ദ്വീപ് നിവാസികൾക്ക് അന്നം മുട്ടുന്ന സാഹചര്യമാണ്. ഡിസംബറിൽ നഗരസഭയുടെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് തിരുവല്ലത്തെ ഇടയാർ ഇരുമ്പുപാലം നിർമ്മിച്ചത്. ഇടയാർ ദ്വീപ് നിവാസികളുടെ ഏക സഞ്ചാരമാർഗമാണ് ഈ പാലം. ഇടയാറിന്റെ 3 വശങ്ങളിൽ പാർവതി പുത്തനാർ, കരമനയാർ എന്നിവയും ഒരു വശത്ത് കടലുമാണ്. ഇടയാർ ദ്വീപ് നിവാസികളുടെ ഏക സഞ്ചാരമാർഗമാണ് പാലം. പാലത്തിന്റെ പ്രതലത്തിലെ ഇരുമ്പു ഷീറ്റുകളും തൂണുകളും ദ്രവിച്ച് പാലം ഏത് സമയവും തകരാവുന്ന അവസ്ഥയിലാണ്. അവിടെ കയറുമ്പോഴത്തേക്ക് വണ്ടി കയറുമ്പോൾ തന്നെ ഈ പാലം കിടങ്ങിനെ കൊടുക്കും. ഇതെല്ലാം തുരുമ്പിച്ചൊക്കെ ഇരിക്കുന്നത് എത്ര വർഷങ്ങളായെന്ന് നമുക്ക് ഓർമ്മ പോലുമില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ മണ്ണോ സിമന്റോ വല്ലതും കൊണ്ടോ ഒന്നുമില്ല, അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്നത്. ഇപ്പോഴേണ്ട ഒരു മേയർ ആ ലെറ്റർ വാങ്ങിച്ചു നോക്കിയിട്ട് ഒരു ഒപ്പിട്ട് അവരുടെ മേശപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ കൈ തരാതെ അത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഞാൻ കൊടുത്തോളാം എന്നുള്ള വാക്ക് ഒരു ദേഷ്യത്തുള്ളൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാണ് വിട്ടത്. രാജേന്ദ്രൻ. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് 11 മണിക്ക് ചെന്ന ദിവസം 2:30 മണിക്ക് ആ ലെറ്റർ എനിക്ക് കൈ കിട്ടി. ആ ലെറ്റർ ഞാൻ കൊണ്ടുവന്നു. ആ സമയത്ത് ആ സെക്കൻഡ് ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് AXE കൊടുത്തു. നമ്മുടെ ജനങ്ങളുടെ ഭാഗ്യവശാൽ അന്നൊരു കോൺട്രാക്റ്റ് അവിടെ നിൽക്കുകയും ആ കോൺട്രാക്റ്റ് കാര്യം പറഞ്ഞ കൗൺസിൽ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞാണ് നമുക്ക് ഇങ്ങനെ ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ചു വലിയ വാഹനം കയറാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി തന്നത്. പാലം ദ്രവിച്ചതോടെ വലിയ വാഹനയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ദ്വീപ് നിവാസികൾക്ക് അന്നം മുട്ടുന്ന സാഹചര്യമാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള പൊക്കമുള്ള വാഹനങ്ങൾക്ക് പോലും ഇവിടേക്ക് പോകാനാകില്ല. അതിൻ്റെ ഓരോ തൂണും ദ്രവിച്ച് അതിൻ്റെ ഈ ഷീറ്റിൻ്റെ ഈ സപ്പോർട്ട് വരുന്ന അടിപ്പീസെല്ലാം ഈ അടിപ്പീസ് കമ്പി എല്ലാം ദ്രവിച്ചു പോയി. ഇതിലൊന്നും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി പുതിയൊരു പാലം എന്നുള്ള ഒരു രീതിക്ക് പോകാനേ പറ്റത്തുള്ളൂ എന്നാണ് അന്ന് SCയും AEയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അവർ കോർപ്പറേഷനെ സമീപിച്ചു. ഇപ്പം നിലവിൽ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞത്. ഇപ്പോഴവർ പറയുന്നത് വീണ്ടും ഇത് മെയിൻ്റെനൻസ് ഇത് നിങ്ങൾ കണ്ടോ, എങ്ങനെയാണ് ഇനി മെയിൻ്റെനൻസിനെ വർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും? നിങ്ങൾ നോക്കി, നിങ്ങൾ കണ്ടല്ലോ. പക്ഷേ അന്ന് 2006 അന്നത്തെ കൗൺസിലറിൻ്റെ അയാളെ ശ്രമപരമായിട്ട് വന്നതാണ് ഈ പാലം. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ദ്വീപാണ്, ഇവിടെ ആകപ്പാടെ ഒരേ ഒരു വഴിയേ ഉള്ളൂ പോകാൻ. ഡെയിലി ഒരു 10-40 ഓട്ടം ഇങ്ങോട്ട് എല്ലാ ആട്ടയ്ക്കും കൂടെ കിട്ടുന്നതാണ്. പക്ഷേ ഇത് ഇപ്പം ഒരുപാട് നാളായി ഇങ്ങനെ ആയിട്ട് ഈ സ്ഥിതി. ദ്വീപിലെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും ചുമന്നെത്തിക്കേണ്ട സ്ഥിതിയാണ്. ഭാരമുള്ള വാഹനങ്ങൾ തടയപ്പെട്ടതോടെ പ്രദേശത്തെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. 400ഓളം കുടുംബങ്ങളാണ് ദ്വീപിലുള്ളത്. വലിയ അപകടമുണ്ടാകുന്നതുവരെ കാത്തുനിൽക്കാതെ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ജനം, തിരുവനന്തപുരം.